യൂത്ത് കോൺഗ്രസ് എന്നൊരു ശക്തമായ സംഘടനയുണ്ടായിരുന്നു കേരളത്തിൽ. കേരളം ഭരിക്കുന്നത് ഇനി LDF ആണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF ആണെങ്കിലും തെറ്റ് കണ്ടാൽ യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചിരിക്കും, സമരം ശക്തമാക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ പ്രതികരണവും സമരവും പോയിട്ട് ഈ യൂത്ത് കോൺഗ്രസ് എന്ന സാധനം തന്നെ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ സംശയം വേണ്ട. ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കുന്ന പ്രതിരോധവും മുന്നേറ്റവും ഒപ്പം ചില കമ്മിറ്റികൾ മാത്രം നടത്തുന്ന ഒറ്റയാൾ പോരാട്ടവും അല്ലാതെ യൂത്ത് കോൺഗ്രസ് എന്നൊരു സാധനം സംസ്ഥാന തലത്തിൽ ഇല്ല. രാഹുൽ മാങ്കൂട്ടവും അബിൻ വർക്കിയും നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് ഇതിനേക്കാളും എത്രയോ ശക്തമായിരുന്നു. 10 വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാണിത്. അതും തട്ടിപ്പിൻ്റെയും കള്ളക്കടത്തിൻ്റെയും പേരിൽ ചീഞ്ഞുനാറിയ ഒരു സർക്കാർ അവരുടെ നേതൃത്വത്തിൻ്റെ അവസാന കാലം സമരം ചെയ്യാൻ മാത്രമല്ല, കേരളം തന്നെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് അവസരങ്ങളാണുള്ളത്. അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പുതുതായി രൂപം കൊണ്ട ഒരു സംസ്ഥാന പ്രസിഡന്റിനും കൂട്ടർക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. പഴയതൊന്നും എടുക്കണ്ട. അവർ വന്നതിന് ശേഷം OR ജനീഷ് എന്ന പുതിയ പ്രസിഡന്റിന്റെ കമ്മിറ്റി വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായ 4 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണമോഷണം. പിണറായി വിജയനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രമുഖർ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതിനിടയിൽ പകുതിയെടുത്ത് വെച്ച്, അതായത് ദേവസ്വം പ്രസിഡന്റിൽ വെച്ച് ആ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നു എന്ന് പറയുന്നു. അതെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന ബാധ്യത ഈ യൂത്ത് കോൺഗ്രസിനല്ലേ ഉള്ളത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് വ്യക്തമാകുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആത്മാഭിമാനമുള്ളവരായതുകൊണ്ട് മാത്രം ആദ്യം തന്നെ ഒരു സമരം നടത്തി. സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ പിടിച്ച് ജയിലിലിട്ടു. പലരും അവരെ കൈയൊഴിഞ്ഞപ്പോൾ അത് അവിടത്തേക്ക് നിർത്തി. സംസ്ഥാന കമ്മിറ്റി ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല സമരത്തെക്കുറിച്ച്. അതിനോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതി, ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച പിണറായി സർക്കാരിനെതിരെ ഏതൊക്കെയോ ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളുമെല്ലാം തെരുവിൽ ഇറങ്ങിയപ്പോൾ എങ്കിലും ഈ ഭാഗ്യം സംസ്ഥാന നേതാക്കൾ വെള്ളക്കതറിന് ചെളി പറ്റാതെ തന്നെ കാത്തു സൂക്ഷിച്ചു. രാഹുൽ ഗാന്ധി തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു കാര്യമാണിത്. ഈ രാജ്യത്തെ കുട്ടികളുടെ ഇടയിൽ പോലും രാജ്യത്തിൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് പിണറായി വിജയൻ രാത്രിക്ക് രാത്രി പോയി ഒപ്പുവെച്ചത്. കേരളം കത്തിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. ആ വിഷയത്തിൽ കത്തിക്കാൻ പോയില്ലെങ്കിലും 10 പേര് കേൾക്കുമാർ ഉച്ചത്തില്ലെങ്കിലും ഒരു സമരം ചെയ്തില്ല ഈ ജനീഷ് സാറും കൂട്ടരും. ഖദറിന് ചെളിയാകും എന്നുറപ്പിച്ചത് കൊണ്ടാണ്. ഇനിയിപ്പോഴിതാ ആശുപത്രികളിലെ അവസ്ഥ, രോഗികൾ മരിച്ചു വീഴുകയാണ്, തറയിൽ കിടന്നു മരിക്കുന്നു. ഹൃദ്രോഗത്തിന് അടിയന്തര ചികിത്സയും ശസ്ത്രക്രിയയും വേണ്ടിടത്ത് ഒരാഴ്ച തറയിൽ കിടത്തി കൊല്ലുമ്പോൾ ആ മനുഷ്യനയച്ച സന്ദേശം മാത്രം മതി കേരളത്തിൻ്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ. അത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവവിഭാഗം തീരുമാനിക്കണം. എന്നാൽ താഴെ ഇറക്കാൻ പോയിട്ട് ഒരു വിരൽ ആ സർക്കാരിനെതിരെ ചൂണ്ടിയില്ല ഈ സംസ്ഥാന കമ്മിറ്റിക്കാർ. ആരോഗ്യവകുപ്പ് തകർന്നു കിടക്കുന്നത് ഓരോന്നായി പുറത്തു കൊണ്ടുവരാൻ യൂത്ത് കോൺഗ്രസിനല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുക? അങ്ങനെ 100 കണക്കിന് കാര്യങ്ങളില്ലേ. ഏറ്റവും അവസാനം CPM നേതൃത്വത്തിന്റെ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു അധ്യാപകൻ, അതും വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നിയോഗിച്ച ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൽ തന്നെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ചത് CPM ആണെന്ന് എഴുതി വച്ചപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അതിനെതിരെ നിലവിളിച്ചു കരഞ്ഞു. അവർക്ക് ഇതിനെതിരെ സമരം ചെയ്യാൻ ആളുകളെ കിട്ടാൻ എളുപ്പമല്ല. അതൊക്കെ ചെയ്യാനല്ലേ ഇവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യമായുള്ളത്. എന്ത് ചെയ്തു യൂത്ത് കോൺഗ്രസ്? ഒരു കാലത്ത് കേരളത്തിന്റെ സർക്കാരിനെയും പൊതുമണ്ഡലത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് വിജയം നേടിക്കൊടുത്തവരാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ. എന്നാൽ ഇപ്പോൾ മൂത്ത കോൺഗ്രസിനേക്കാളും കഷ്ടമാണ് യൂത്ത് കോൺഗ്രസ്. ഒരു കാര്യം ഇനിയെങ്കിലും ഈ പുതിയ കമ്മിറ്റിക്കാർ തിരിച്ചറിയുക, തീരുമാനിക്കുക. ഇത് കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അവസാനത്തെ ബസ്സാണ്. 100 കണക്കിന് തട്ടിപ്പുകളുള്ള ഒരു സർക്കാർ ഇവിടെ ധൈര്യസമേതം നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം അവർക്കെതിരെ സമരമില്ല ഈ സംസ്ഥാനത്ത്. അതിനൊന്നും ഈ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിയുന്നില്ല എങ്കിൽ വെള്ളക്കതറിന് ചെളിയാകുമെന്ന പേടിയുണ്ടെങ്കിൽ പ്രവർത്തകരെ നിരാശപ്പെടുത്താതെ ഇറങ്ങിപ്പോകുക. അല്ലെങ്കിൽ കേരളം മുഴുവൻ ഉള്ള സ്വീകരണവും
പൊന്നാടയും പട്ടാഭിഷേകവും ഒക്കെ കഴിഞ്ഞ് പള്ളിയുറക്കവും കഴിഞ്ഞൊന്നുണർന്നു എങ്കിൽ ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക. കുറച്ചു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കയ്യിലിരിപ്പ് മാത്രമേ മോശമുണ്ടായിരുന്നുള്ളൂ. പുതിയ ഏമാന്മാരുടെ ഉള്ളിലിരിപ്പം മോശം തന്നെ എന്ന് പറയേണ്ടി വരും. ഏതായാലും തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് സാധാരണ പ്രവർത്തകരോട് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നറിയാം. എങ്കിലും കെട്ടിയിറക്കിയവരോടെങ്കിലും അല്പം നീതി പുലർത്തുക. കാരണം നാളെ അവരാണ് കസേരയുറപ്പിക്കാൻ കാത്തിരിക്കുന്നത്.